ഉമ്മാമ്മയുടെ കടലാസ് ലിസ്റ്റും എൻ്റെ കഷ്ടപ്പാടും. ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു ഞാൻ. പുസ്തകസഞ്ചി ഒരു തോളിൽ തൂക്കി വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് ഉമ്മാമ്മ ഉണ്ടായിരുന്നു. എന്നെ കാത്തു നിൽക്കും പോലെ പേടിച്ച കാലുകളുമായി വീട്ടുമുറ്റത്ത് കയറി. സാധാരണ ഞാൻ വീട്ടിലെത്തുമ്പോൾ ഉമ്മാമ്മയുടെ സ്വീകരണം ഇങ്ങനെയായിരിക്കും. എപ്പോഴേ സ്കൂൾ വിട്ടതാണ്, തെണ്ടിത്തിരിഞ്ഞ് ഇപ്പോഴാണോ വരുന്നത്? അതാണ് എപ്പോഴും കേൾക്കുന്ന ഡയലോഗ്. പക്ഷെ അന്നത്തെ സ്വീകരണം തീർത്തും വ്യത്യസ്തമായിരുന്നു. മുറ്റത്ത് തന്നെ ഉമ്മാമ്മ എന്നെ കാത്തു നിൽക്കുന്നു. ഞാൻ വീട്ടിൽ എത്തിയതും ഉമ്മാമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "എന്താ മോനെ ഇത്ര വൈകിയത്?" ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഉമ്മാമ്മയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇതെന്താ ഇന്ന്? ഉമ്മാമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? പതിവ് ശകാരത്തിന് പകരം ഇത്ര സ്നേഹം എന്ന് മനസ്സിൽ ചിന്തിച്ചു. എൻ്റെ ആ ചിന്ത തീരുന്നതിനു മുമ്പേ മന്ത്രം പോലെ അടുത്ത വാക്ക് കാതിൽ വീണു. "നീ പീടികയിൽ പോയിട്ട് വേഗം കുറച്ച് സാധനം വാങ്ങി വാമോനെ." അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതാണ് കാര്യം, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ ഉമ്മാമ്മയെ നോക്കി പറഞ്ഞു, "ഞാൻ പോകില്ല, ഇപ്പോഴാണ് സ്കൂൾ വിട്ട് വന്നത്. എനിക്ക് വയ്യ, വേറെ ആരെയെങ്കിലും പറഞ്ഞേക്കൂ, എനിക്ക് കളിക്കാനും പോകാനുണ്ട്." ഉമ്മാമ്മ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. "എൻ്റെ പൊന്നു മോനല്ലേ, ഒരു തുള്ളി അങ്ങോട്ട് ഒരു തുള്ളി ഇങ്ങോട്ട്, പോയി സാധനം വാങ്ങി വന്നാൽ മതി. മോൻ തിരിച്ചു വരുമ്പോഴേക്കും ചായയും അരിവറുത്ത് പൊടിച്ചതും എടുത്തു വെക്കാം." അരിവറുത്ത് പൊടിച്ചത് എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് ഇളകി. കളി പിന്നെയുമാകാം, പക്ഷേ ഉമ്മാമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ അരിവറുത്തത് പൊടിച്ചതും ചൂട് ചായയും നഷ്ടപ്പെടുത്താൻ മനസ്സാവുന്നില്ല. അവസാനം ഞാൻ സമ്മതിച്ചു. ഉമ്മാമ്മ എൻ്റെ കയ്യിൽ നിന്നും ബുക്കും പെൻസിലും സ്ലേറ്റും വാങ്ങി. എന്നിട്ട് പറഞ്ഞു, "ഒരു കടലാസിൽ ഞാൻ പറയുന്ന സാധനങ്ങൾ എഴുതിയെടുക്കുമോനെ." ഉമ്മാമ്മൻ്റെ കയ്യിൽ നിന്നും നോട്ട് ബുക്ക് വാങ്ങി ഞാൻ നോട്ട് തുറന്ന് അതിൽ നിന്നും ഒരു തുണ്ട് കടലാസ് പറിച്ചെടുത്തു. ഉമ്മാമ്മയുടെ കയ്യിൽ നിന്നും പെൻസിലും വാങ്ങി. പെൻസിൽ നോക്കിയപ്പോൾ അതിനൊട്ടും മുനയില്ല. ഞാൻ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു, "ഉമ്മാമ്മ, ഇതിന് മുനയില്ലല്ലോ, ഇതുകൊണ്ട് എങ്ങനെ എഴുതും?" ഉമ്മാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അതിങ്ങ് താ." പെൻസിൽ വാങ്ങി അകത്തേക്ക് പോയി ബുക്കും സ്ലേറ്റും മരമാലയിൽ വെച്ചിട്ട് മടക്കത്തി എടുത്തുകൊണ്ട് വന്ന് മടുക്കത്തി കൊണ്ട് പെൻസിൽ ചെത്തി നല്ല മുനയാക്കി ഉമ്മാമ്മ എനിക്ക് തന്നു. "എഴുതിക്കോ മോനെ." ഞാൻ കടലാസ് മടിയിൽ വെച്ച് വലിയ എഴുത്തുകാരനെ പോലെ തയ്യാറായി. ഉമ്മാമ്മ പതുക്കെ പറഞ്ഞു, "1/4 കിലോ പഞ്ചസാര, 50 പൈസയുടെ ചായപ്പൊടി, 100 ഗ്രാം പരിപ്പ്, 25 ഗ്രാം കടു. അല്ലെങ്കിൽ കടു വേണ്ട." ഞാൻ കടു എഴുതിയ ഭാഗം വെട്ടി. വീണ്ടും ഉമ്മാമ്മ പറഞ്ഞു, "1 ഉപ്പയ്ക്ക് മുള്ളൻ ഉണക്കിയത്, 1 ചപ്പ്, 1 രൂപയ്ക്ക് വെറ്റില, 4 അടക്ക, 500 വെല്ലം, 1 സേർ ഉപ്പ്, 1/2 ലിറ്റർ വെളിച്ചെണ്ണ." ഞാൻ അതെല്ലാം എഴുതി. ഉമ്മാമ്മ വീണ്ടും കുറച്ചു നേരം തലചൊറിഞ്ഞ് ആലോചിച്ചു. വേറെ ഒന്നും വേണ്ടേ?" ഞാൻ പെൻസിൽ കടിച്ചു പിടിച്ച് കാത്തിരുന്നു. പെട്ടെന്നാണ് ഉമ്മാമ്മ, ഒരു ബാർ തിരുമുന്ന സൂപ്പും വേണം മോനെ." "മതി, ഇനി ഇത്രമാത്രം മതി." ഞാൻ ചിന്തിച്ചു, ഈ കടലാസിൽ എഴുതിയതിൽ എനിക്ക് തിന്നാൻ ഒന്നുമില്ലല്ലോ. ഉമ്മാമ്മൻ്റെ അരിവറുത്ത് പൊടിച്ചതാണ് ഏക പ്രതീക്ഷ. ഞാൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഭാഗ്യം, ഇനിയും ഓർമ്മ വന്നിരുന്നെങ്കിൽ ഈ കടലാസിൻ്റെ മറുവശവും എഴുതേണ്ടി വരുമായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞു. ഉമ്മാമ്മ അകത്തേക്ക് പോയി പഴയ തുണിസഞ്ചി എടുത്തുകൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ ഉടുതുണിയുടെ അറ്റത്തുള്ള കോന്തലിക്കെട്ട് അഴിച്ചു. ആ കോന്തലിക്കെട്ട് അഴിക്കുന്നത് കാണാൻ തന്നെ ഒരു കൗതുകമായിരുന്നു. ഓരോ കെട്ടും അഴിച്ചു കഴിഞ്ഞാലേ അടുത്ത കെട്ട് കാണും. ഒടുവിൽ അതിനുള്ളിൽ നിന്നും 2 10 രൂപ നോട്ടുകൾ പുറത്തു വന്നു. ആ നോട്ടുകൾ എനിക്ക് തന്നിട്ട് ഉമ്മാമ്മ പറഞ്ഞു, "ഇതാ, സൂക്ഷിച്ചോണം പൈസ, എവിടെയും കളയരുത്." ഞാൻ പൈസയും കടലാസ് ലിസ്റ്റും സഞ്ചിയും കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഉമ്മാമ്മ വീണ്ടും ഉപദേശം തുടങ്ങി. "വേഗം പോയി വേഗം വരണം മോനെ, ഓടി വരണം. വഴിയിൽ എവിടെയും നിന്നു വർത്തമാനം പറഞ്ഞ് നിൽക്കരുത്. കൂട്ടുകാരെ കണ്ടാൽ കളിക്കാൻ നിൽക്കരുത്. നേരെ പീടികയിലേക്ക്, നേരെ തിരിച്ചും." ഉമ്മാമ്മയുടെ ആ ഉപദേശം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ കൂട്ടുകാരെ കാണാതെ പോകുന്നത് മഴ പെയ്യുന്നിട്ടും നനയാതെ വരുന്നത് പോലെയായിരുന്നു. ഞാൻ ഉമ്മാമ്മയെ നോക്കി ചോദിച്ചു, "ഉമ്മാമ്മ, എനിക്ക് പൈസ?" ഉമ്മാമ്മ നോട്ടുകളിലേക്കൊന്ന് നോക്കി, പിന്നെ പറഞ്ഞു, "അതിൽ നിന്നും 10 പൈസ മോൻ എടുത്തോ." ഞാൻ മുഖം ചുളിച്ചു. "10 പൈസ വേണ്ട ഉമ്മാമ്മേ." ഉമ്മാമ്മ അത്ഭുതത്തോടെ ചോദിച്ചു, "പിന്നെ എത്ര വേണം?" ഞാൻ ഒട്ടും മടിക്കാതെ പറഞ്ഞു, "4 ഉറുപ്പിക വേണം." അത് കേട്ട് ഉമ്മാമ്മ ചിരിച്ചുപോയി. "ആളെ കണ്ടില്ലേ, പണി ചെയ്യാൻ തുടങ്ങും മുമ്പേ കൂലി കൂട്ടി ചോദിക്കുകയാണല്ലോ." ഞാനും വിട്ടുകൊടുത്തില്ല. "ഇത്ര വലിയ ലിസ്റ്റും കൊണ്ട് പീടികയിൽ പോകുന്നത് ഞാനല്ലേ, അതിന് 4 ഉറുപ്പികയെങ്കിലും വേണം." ഉമ്മാമ്മ ആകെ
ആ 20 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. മോൻ ബയ്യെ സാബിർ പൈസ തരാം. ഇപ്പോൾ എൻ്റെ കരളെ, അതിൽ നിന്നും 10 പൈസ എടുത്തോ. എനിക്ക് അപ്പോഴേക്കും കാര്യം പൂർണ്ണമായി മനസ്സിലായിരുന്നു. ഇവർക്ക് ഈ സാധനങ്ങൾ ഇന്ന് തന്നെ വേണം. അതുകൊണ്ടാണ് ഇത്രയും സോപ്പും കൊഞ്ചലും. ഞാൻ കുറച്ചു നേരം കൂടി അവിടെ തന്നെ നിന്നു. പോവാൻ ഒരു തിരക്കും കാണിച്ചില്ല. അങ്ങനെ നിന്നാൽ ഒരുപക്ഷെ 10 പൈസ 25 പൈസയാകുമോ എന്നൊരു ചെറിയ പ്രതീക്ഷയും മനസ്സിലുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇനി വാശിയിൽ തന്നെ നിൽക്കാം. ഉമ്മാമ, എനിക്ക് കഴിയില്ല പോവാൻ. എനിക്ക് കാവുറുപ്പ് തന്നെ വേണം. വേണമെങ്കിൽ ജഹാനെ വിളിച്ചോ, അവൾ പോകും. ഉമ്മാമ നിസ്സഹായി പറഞ്ഞു. മോനെ, അവൾ ഇവിടെയില്ല. അവൾ അവളുടെ ഉപ്പാൻ്റെ പരയിലേക്ക് പോയിരിക്കുകയാണ്. മോൻ വേഗം പോയി വാങ്ങി വാ. ഞാൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എനിക്ക് പറ്റില്ല. എനിക്ക് കാവുറുപ്പ് തന്നെ വേണം. അതും പറഞ്ഞ് സഞ്ചി നിലത്ത് വെച്ചു. ഇനി കാവുറുപ്പ് കിട്ടാതെ സഞ്ചി അടിക്കില്ല എന്ന വാശിയിൽ ഞാൻ നിന്നു. ഗത്യന്തരമില്ലാതെ ഉമ്മാമ പറഞ്ഞു, എന്നാൽ നീ അതിൽ നിന്നും കാവുറുപ്പ് എടുത്തോ. പക്ഷേ ഒരു തുള്ളു നേരം കൊണ്ട് ഇവിടെ എത്തിക്കോണം. ശരി ഉമ്മാമ. ഞാൻ എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വണ്ടി സ്റ്റാർട്ടാക്കി. പി പി കിക്കി പി പി അങ്ങനെ ഓടാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്നും ഉമ്മാമ വിളിച്ചു പറഞ്ഞു, മോനെ, പൈസ കളഞ്ഞേക്കരുതേ. ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. തിരിഞ്ഞു നോക്കി പറഞ്ഞു, ഉമ്മാമേ, അത് എപ്പോഴും പറയണ്ട. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ഉമ്മാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. വേഗം പോയിട്ട് വേഗം വാ. വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കി. പി പി കിക്കി കി പി പി. അസ്സം കാലത്ത് വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇട്ടമ്മൽ എൻ്റെ കൂട്ടുകാർ കളിക്കുന്നത് കണ്ടു. അവർ ഇതെപ്പോൾ എത്തിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ കളിസ്ഥലത്തേക്ക് നോക്കി നിന്നു. ലക്ഷ്മണനും രാജനും സലീമും നെയ്ത്തിര മമ്മദും പയാസും ചേർന്ന് കുരട്ട കളിക്കുകയാണ്. കശുവണ്ടി നിരത്തി ഒരു നിശ്ചിത സ്ഥലത്തു നിന്നും എറിഞ്ഞു വീഴ്ത്തുന്ന കളി. കണാരനും ഔക്കറും ഷെരീഫും കളി നോക്കി നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടതും കണാരൻ ഉറക്കെ വിളിച്ചു, അന്ത്രു, നീയും കളിക്കുന്ന കുരട്ടക്കളി? ഞാൻ കണാരനെ നോക്കി പറഞ്ഞു, എൻ്റെ കയ്യിൽ കുരട്ടയില്ല. അത് കേട്ടതും ലക്ഷ്മണൻ പറഞ്ഞു, അന്ത്രു, കുരട്ട കടം വേണോ? കളിച്ചോ, ജയിച്ചിട്ട് തന്നാൽ മതി. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് ഇളകി. കളിക്കണമെന്ന മോഹം കൂടി. പക്ഷേ ഉമ്മാമ്മയുടെ മുഖവും കയ്യിലിരിക്കുന്ന സഞ്ചിയും ഓർമ്മ വന്നു. വേണ്ട, എനിക്ക് പീടികയിലേക്ക് പോകണം. എന്നെ കാത്ത് വീട്ടിൽ ഉമ്മാമ്മ നിൽക്കുന്നുണ്ട്. ഞാൻ ഷെരീഫിനെ നോക്കി ചോദിച്ചു, നിങ്ങളെന്താ കളിക്കാത്തത്? ഷെരീഫ് സങ്കടത്തോടെ പറഞ്ഞു, ഞങ്ങൾ കളിച്ചിരുന്നു. ഞങ്ങളുടെ കുരട്ടയൊക്കെ ലക്ഷ്മണൻ ഊറ്റി. അത് കേട്ടതും എല്ലാവരും ചിരിച്ചു. ലക്ഷ്മണൻ നെഞ്ചുവിരിച്ച് നിന്നു. വലിയൊരു സമ്മാനം നേടിയ ആളെപ്പോലെയായിരുന്നു അവൻ്റെ നിൽപ്പ്. ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങളെപ്പോഴാണ് കളി തുടങ്ങിയത്? നമ്മൾ ഒന്നിച്ചല്ലേ സ്കൂളിൽ നിന്ന് വന്നത്? നിങ്ങൾ വീട്ടിൽ പോയി ഇത്രയും വേഗം വന്നോ? രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പോയില്ല. നീ അതിലെ വഴിമാറി പോയില്ലേ? ഞങ്ങൾ ഇതിലെ വന്നപ്പോൾ ഇവന്മാർ കളി പ്ലെയിൻ ഇട്ടിരുന്നു. പിന്നെ ഞങ്ങളും കൂടി. അത് കേട്ടപ്പോൾ ഞാൻ കളിയിലേക്ക് തന്നെ നോക്കി നിന്നു. ഓരോ ഏറിയിലും കുരട്ടകൾ ചിതറി വീഴുന്നു. കളിക്കാൻ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ട്. പക്ഷെ ഒരു കയ്യിൽ ഉമ്മാമ്മയുടെ സഞ്ചിയും മറ്റേ കയ്യിൽ സാധനങ്ങളുടെ ലീസ്റ്റും. മനസ്സ് കളിസ്ഥലത്തും കാലുകൾ പീടിയിലേക്കും പോകാൻ തമ്മിൽ തല്ലുകൂടുകയായിരുന്നു. ഞാൻ ചുറ്റും ഒന്ന് നോക്കി. സ്ലേറ്റും ബുക്കും മണ്ണിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. കുറേ നേരം കളി നോക്കി നിന്നു. ഓരോ ഏറിയും കാണുമ്പോൾ കളിക്കാൻ മനസ്സ് കൊതിച്ചെങ്കിലും പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ, ഉമ്മാമ്മ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞാൻ കൂട്ടുകാരെ നോക്കി പറഞ്ഞു, ഞാൻ പോകുന്നു. അതും പറഞ്ഞ് എൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി. കിക്കി പി പി കിക്കി. നേരെ പീടികയുടെ മുന്നിൽ ബ്രേക്ക് ഇട്ടു. വണ്ടി നിർത്തി സഞ്ചിയും കടലാസും എടുത്ത് കടക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. ആ സാധനങ്ങൾ തരൂ. കടക്കാരൻ കടലാസ് ഒന്ന് നോക്കി. എന്നിട്ട് എന്നെ നോക്കി ചോദിച്ചു, അന്തർമാനിച്ച, ഇതാര് എഴുതിയത്? ഞാൻ തന്നെ. അത് കേട്ടതും കടക്കാരൻ ചിരിച്ചു. ഇതെന്തു മലയാളം എഴുത്താടാ? ഇത് നീ തന്നെ വായിക്ക്. നിന്നെക്കൊണ്ട് തന്നെ വായിക്കാൻ പറ്റുമോ? എന്തിനാപ്പാ നിന്നെയൊക്കെ എഴുത്തിനയക്കുന്നത്? കടയിൽ നിന്നിരുന്നവരൊക്കെ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഞാനൊരു ചമ്മലുമില്ലാതെ കടലാസ് വാങ്ങി. 1/4 കിലോ പഞ്ചസാര, 50 ചായപ്പൊടി, 100 പരിപ്പ്, 1 ഉറുപ്പ്യക്ക് മുള്ളൻ ഉണക്കിയത്, 1 രൂപക്ക് വെറ്റില, 4 അടക്ക, 500 വെല്ലം, 1 സേർ ഉപ്പ്, 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 1 ബാറ് തിരുമ്പുന്ന സോപ്പ്. ജോലിക്കാരൻ സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അന്തർമാൻച പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. സാധനങ്ങൾ ഇവൻ്റെ സഞ്ചിയിൽ നന്നായി ഇട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ഇത് പുരയിലേക്ക് എത്തൂല. കടയിലുണ്ടായിരുന്നവർ വീണ്ടും ചിരിച്ചു. അന്തർമാൻച എൻ്റെ വല്യമ്മയുടെ ആങ്ങളെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതും പറഞ്ഞ് അന്തർമാൻച പുറത്തേക്ക് ഇറങ്ങി. കടക്കാരൻ എല്ലാ സാധനവും തൂക്കിയും അളന്നും അതെല്ലാം എടുത്തു വെച്ചു. പിന്നെ കണക്ക് കൂട്ടി പറഞ്ഞു, 16 ഉറുപ്പിക 44 പൈസ. കടക്കാരൻ കണക്ക് പറഞ്ഞതും പൈസ നോക്കുമ്പോൾ കാണുന്നില്ല. ഞാൻ നിക്കറിൻ്റെ വലത്തെ കീശയിൽ കൈയിട്ടു. പൈസയില്ല. ഇടത്തെ കീശയിൽ നോക്കി.
അവിടെയുമില്ല. കുപ്പായം തപ്പി നോക്കി, അതിലുമില്ല. ഒരു നിമിഷം എൻ്റെ നെഞ്ചൊന്ന് കാലിയായി. വീണ്ടും എല്ലാ കീശകളും ഒന്നുകൂടി തപ്പി നോക്കി. പൈസ എവിടെയും കാണാനില്ല. കടക്കാരൻ പറഞ്ഞു, വേഗം പോയി തപ്പി നോക്ക്, ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടുകയില്ല. ഞാൻ കടക്കാരനെ നോക്കി പറഞ്ഞു, ഞാൻ ഒന്ന് തിരിഞ്ഞിട്ട് വരാം. അതും പറഞ്ഞ് കടയിൽ നിന്നും പതുക്കെ ഇറങ്ങി. ഓടിയില്ല. ഞാൻ വന്ന വഴിയിലൂടെ പതുക്കെ നടന്ന് ഓരോ അടിയും വയ്ക്കുമ്പോഴും താഴേക്ക് നോക്കിയാണ് നടന്നത്. വഴിയിൽ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ എന്ന് കണ്ണുകൾ കൊണ്ട് അരിച്ചു പൊറുക്കി. പീടിക മുതൽ ഓരോ ചുവടും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് നടന്നത്. പക്ഷെ പൈസ മാത്രം കണ്ടില്ല. അങ്ങനെ തിരിഞ്ഞ് ഞാൻ കൂട്ടുകാർ കളിക്കുന്ന സ്ഥലത്തെത്തി. അവരപ്പോഴും ഉരട്ടക്കളിയിൽ മുഴുകിയിരിക്കുന്നു. ഞാൻ അവരോട് കണ്ണിൽ ഈറൻ അണിഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഉണ്ടായ പൈസ കാണാനില്ല. അവരെല്ലാം കളി നിർത്തി എൻ്റെ കൂടെ തിരയാൻ വന്നു. പക്ഷേ അത് എവിടെയും കണ്ടു കിട്ടിയില്ല. ചങ്ങാതിമാർ എല്ലാവരും കൂടി പറഞ്ഞു, ആർക്കെങ്കിലും അന്ത്രുവിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവന് തന്നെ തിരിച്ചു കൊടുക്കണം. പിന്നെയും കുറച്ചു നേരം എല്ലാവരും കൂടി തിരിഞ്ഞു. പക്ഷേ പൈസ എവിടെയും കണ്ടില്ല. ഒടുവിൽ കൂട്ടുകാരോരോരുത്തരായി അവരവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ മാത്രം പിന്നെയും തിരഞ്ഞുകൊണ്ടിരുന്നു. വന്ന വഴിയെല്ലാം ഒന്നുകൂടി നടന്നു നോക്കി. കണ്ണെത്തുന്നിടത്തെല്ലാം നോക്കി. പക്ഷേ പൈസ മാത്രം കണ്ടില്ല. തിരഞ്ഞ് നേരം സന്ധ്യയായി. ഇനി വീട്ടിലേക്ക് പോകാതെ വേറെ വഴിയില്ല. വീട്ടിനടുത്തെത്തിയപ്പോൾ എൻ്റെ കാലുകൾ മുന്നോട്ട് വെക്കാൻ പേടിയായി. വീടിൻ്റെ പുറത്ത് ഉമ്മയും ഉമ്മാമയും എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഉമ്മാമ ദൂരെ നിന്ന് ഉറക്കെ വിളിച്ചു, നിന്നെ സാധനത്തിന് അയച്ചതല്ലേ? മതിക്കാനാണോ? ഏത് നേരത്താ നീ പോയത്? എൻ്റെ കാലക്കേടിനാണ് നിന്നെ അയച്ചത്. വേഗം വാടാ. പക്ഷെ ഞാൻ അനങ്ങിയില്ല. അവിടെ തന്നെ നിന്നു. ഉമ്മാമ വീണ്ടും വിളിച്ചു, എന്താടാ അവിടെ തന്നെ നിന്നത്? കുണുങ്ങാതെ വേഗം വാടാ. ഞാൻ കേട്ട ഭാവം പോലും നടിച്ചില്ല. അവിടെ തന്നെ നിന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നാൽ എന്നെ പോത്തിനെ തല്ലുന്നത് പോലെ തല്ലുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വരാത്തത് കണ്ടപ്പോൾ ഉമ്മാമ അകത്തേക്ക് നോക്കി വിളിച്ചു, മോനെ. ചെറിയ മാമൻ പുറത്തേക്ക് വന്നു. എന്താ ഉമ്മ? അത് അന്ത്രു അങ്ങ് നിൽക്കുന്നു, ഇങ്ങോട്ട് വരുന്നത് കാണുന്നില്ല. എന്താ അവൻ വരാത്തത്? നീ പോയി ഒന്ന് നോക്കിയ മോനെ. ചെറിയ മാമൻ അവിടെ നിന്ന് തന്നെ ഉച്ചത്തിൽ വിളിച്ചു, അന്ത്രു, എന്താടാ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ഉമ്മാമ പറഞ്ഞു, നീ ഇവിടുന്ന് വിളിക്കാനാണോ പറഞ്ഞത്? ഞങ്ങൾ കുറേ നേരമായി വിളിക്കുന്നു. അവൻ ചെവിപ്പൊട്ടനാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞെങ്കിലും ഉമ്മാമയുടെ മനസ്സിലാകെ ബേജാറി. എന്താ അവൻ അങ്ങനെ നിൽക്കുന്നത്? ഉമ്മാമക്കും സങ്കടമായി. മോനെ, നീ ഒന്ന് പോയി നോക്കിയേ കുഞ്ഞിനെ. ചെറിയ മാമൻ എൻ്റെ നേരെ നടന്നു വന്നു. മാമൻ അടുത്തെത്താറായപ്പോൾ ഞാൻ പതുക്കെ പിന്നോട്ട് നടന്നു. അത് കണ്ടതും മാമന് മനസ്സിലായി സംഗതി റോങ്ങാണ്. നടന്നു വന്ന മാമൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒറ്റ ഓട്ടത്തിന് എന്നെ പിടികൂടി. ഞാൻ ഉച്ചത്തിൽ എങ്ങളടിച്ച് കരയാൻ തുടങ്ങി. കരയേണ്ട, വാ എന്ന് പറഞ്ഞു മാമൻ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ ഹാജരാക്കി. ഉമ്മാമ എന്നെ കണ്ട ഉടനെ ചോദിച്ചു, എവിടെടാ മോനെ സാധനം? ഞാൻ എങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പൈസ കാണാതെ. ഉമ്മാമ്മയുടെ അടുത്ത ചോദ്യം, മോനെ സഞ്ചി എവിടെ? ആ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കിയത്. സഞ്ചിയും കാണാനില്ല. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഉമ്മാമ്മേ, തോട്ടത്തിൽ നിന്നും താഴെ ഇറങ്ങുന്നതുവരെ എൻ്റെ കയ്യിൽ സഞ്ചി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും കാണുന്നില്ല. അത് കേട്ടതും ഉമ്മ എൻ്റെ നേരെ അടിക്കാനേ വന്നു. ഉമ്മാമ്മ ഉടനെ തടഞ്ഞു. നീ അങ്ങോട്ട് പോയേ, ഇപ്പോൾ അവനെ അടിക്കണ്ട. പിന്നെ എന്നെ ചേർത്ത് പിടിച്ചു പതുക്കെ ചോദിച്ചു, മോൻ കരയണ്ട, നന്നായി ഓർത്തു നോക്ക്, എന്താ സംഭവിച്ചത്? ഞാൻ എങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മാമ്മ, എൻ്റെ കയ്യിൽ നിന്നും പൈസ കാണാതായി. ഞാൻ കുറേ തിരഞ്ഞു, എവിടെയും കണ്ടില്ല. ഉമ്മാമ്മ ചെറിയ മാമനെ നോക്കി പറഞ്ഞു, നീ അവനെയും കൂട്ടി ഒന്ന് പോയി തിരിഞ്ഞു നോക്കടാ. മാമൻ, വാടാ. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഇറങ്ങി. ഞാൻ നടന്ന വഴിയെല്ലാം ഒന്നുകൂടി നടന്നു നോക്കി. പീടികയുടെ മുന്നിലും വഴിയരികിലും കൂട്ടുകാർ കളിച്ച സ്ഥലത്തും തോട്ടത്തിൻ്റെ അരികിലും എല്ലായിടത്തും തിരിഞ്ഞു. പക്ഷേ പൈസ കിട്ടിയില്ല, സഞ്ചിയും കിട്ടിയില്ല. തിരിച്ചു വരുമ്പോൾ മാമൻ എൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, പോട്ട്, പോയത് പോയി, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണ് തുടക്ക്. ഞാൻ കണ്ണ് തുടച്ചു. മൂക്കിൽ നിന്നും ഒലിച്ചുകൊണ്ടിരുന്ന ചീന്തി കളഞ്ഞ് നിക്കറിൽ ഉരച്ചു. എന്നാലും സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും മെങ്ങലടിച്ച് കരയാൻ തുടങ്ങി. വീട്ടിലെത്തിയത് മാമൻ പറഞ്ഞു, ഉമ്മേ, എല്ലാ സ്ഥലത്തും തിരിഞ്ഞു, ഇനി നോക്കാത്ത സ്ഥലമൊന്നുമില്ല. പൈസയും കിട്ടിയില്ല, സഞ്ചിയും കിട്ടിയില്ല. ഉമ്മാമ എന്നെ നോക്കി പറഞ്ഞു, ഞാൻ അപ്പോഴേ ഇവനോട് പറഞ്ഞതാണ്, പൈസ കളഞ്ഞേക്കരുതേ. അപ്പോൾ ഞാൻ വലിയ ആളായ പോലെ പറഞ്ഞിരുന്നു, ഞാൻ ചെറിയ ചെക്കനൊന്നുമല്ല. ഇപ്പോൾ ആ വാക്കുകൾ തന്നെ എനിക്ക് വിനയായി. ഉമ്മാമ്മ തുടർന്ന് പറഞ്ഞു, അപ്പോഴേ ഇവൻ എന്നെ പഠിപ്പിക്കാൻ വന്നു, ഞാൻ ചെറിയ ചെക്കനൊന്നുമല്ല. എപ്പോഴെങ്കിലും ഇവൻ നേരാംവണ്ണം പോയി വന്നിട്ടുണ്ടോ? കുരുത്തം കെട്ടവൻ. കുറച്ചു മുമ്പ് വരെ എൻ്റെ പൊന്നുമോനെ, എൻ്റെ കരളെ എന്നൊക്കെ വിളിച്ചിരുന്ന ഉമ്മാമ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? ഒരു 20 രൂപ പോയതിന് എന്നെ ഇങ്ങനെയൊക്കെ പറയാമോ? ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും എങ്ങലടിച്ചു കരഞ്ഞു.
പെട്ടെന്നാണ് ഉമ്മ ഉറക്കെ മാമനെ നോക്കി പറഞ്ഞത്, "പീടിയവനെ." പക്ഷെ ഉമ്മ പറയുന്നതിന് മുമ്പേ ചെറിയ മാമൻ എന്നെ പിടിച്ചിരുന്നു. അത് കണ്ടാൽ തോന്നും നേരത്തെ തന്നെ എന്നെ പിടിക്കാൻ തയ്യാറായി നിന്നതുപോലെ. കുറച്ചു മുമ്പ് പോട്ട് പോയത് പോയി, സാരമില്ല, കണ്ണ് തുടക്ക് എന്ന് ആശ്വസിപ്പിച്ച അതേ ചെറിയ മാമൻ ഇപ്പോൾ എന്നെ മുറുക്കി പിടിച്ചിരിക്കുന്നു. കണ്ണിൽ ചോരയില്ലാത്ത മാമൻ. ഞാൻ മനസ്സിൽ പറഞ്ഞു. മാമൻ എന്നെ ഉമ്മയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഉമ്മ പറഞ്ഞു, "ഒരു കയർ കൊണ്ടുവാ." മാമൻ ഉടനെ കയർ തിരിഞ്ഞു. മുറ്റത്തും വരാന്തയിലും തിണ്ണയിലും നോക്കി. പക്ഷേ കയർ മാത്രം കിട്ടിയില്ല. ഒരു വാഴയുടെ വള്ളി പൊട്ടിച്ചു കൊണ്ടുവന്ന് ഉമ്മയുടെ നേരെ നീട്ടി. ഉമ്മ പറഞ്ഞു, "അവനെ അവിടെ തെങ്ങിൽ കെട്ട്." അത് കേട്ടതും എൻ്റെ നെഞ്ചടിപ്പ് വീണ്ടും കൂടി. ഒന്നും പറയാൻ പോലും കഴിയാതെ ഞാൻ നിന്നു. മാമൻ എൻ്റെ രണ്ട് കൈയും പിന്നിലാക്കി തെങ്ങിനോട് ചേർത്ത് വാഴവള്ളി കൊണ്ട് കെട്ടാൻ തുടങ്ങി. എന്നെ തെങ്ങിൽ കെട്ടിയതും ഉമ്മ നേരെ കാന്താരി മുളകിൻ്റെ ചെടിയുടെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് നല്ല മൂത്ത 2 കാന്താരി മുളക് പറിച്ചു കൊണ്ടുവന്നു. ആ മുളക് കൈവെള്ളയിൽ വെച്ച് നന്നായി ഞെരടിപ്പൊടിച്ചു. പിന്നെ ചെറിയ മാമനോട് പറഞ്ഞു, "അവൻ്റെ മുഖം നേരെ പിടിക്ക്." മാമൻ എൻ്റെ തല അനങ്ങാതിരിക്കാൻ മുറുകെ പിടിച്ചു. അടുത്ത നിമിഷം ഉമ്മ ആ കാന്താരി മുളക് എൻ്റെ 2 കണ്ണിലും നന്നായി തേച്ച് തന്നു. പിന്നെ പറയണോ, കണ്ണിൻ്റെ നീറ്റൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് പെടച്ച് കരയാൻ തുടങ്ങി. "അയ്യോ ഉമ്മ, കണ്ണ് നീർന്നു" എന്ന് ഉറക്കെ കരഞ്ഞു. അവർ എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണിൻ്റെ എരിച്ചിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കരച്ചിലും നിലവിളിയും മാത്രം. അങ്ങനെ എന്നെ തെങ്ങിൽ കെട്ടിയിട്ടു തന്നെ എല്ലാവരും അകത്തേക്ക് പോയി. ഇതൊന്നും അറിയാതെ ചെറിയ ഇളയമ്മ എൻ്റെ അരികിലേക്ക് വന്നു. എന്നെ ഒന്ന് നോക്കി നിന്നിട്ട് ചോദിച്ചു, "എന്തിനടാ നീ ഇങ്ങനെ കീറുക്കരയുന്നത്?" അപ്പോഴാണ് എവിടുന്നോ വലിയ ഉമ്മാമ അവിടേക്ക് വന്നത്. എൻ്റെ കരച്ചിലും പെടാപ്പാടും കണ്ടതും വലിയ ഉമ്മാമയ്ക്ക് സങ്കടം വന്നു. ഒന്നും അറിയാതെ നിൽക്കുന്ന ചെറിയ ഇളയമ്മക്ക് പടാർ ഒറ്റയടി. "നീ ഇവിടെ നിന്ന് നോക്കി നിൽക്കുകയാണോ? ആദ്യം അവൻ്റെ കെട്ടഴിക്ക്." വലിയ ഉമ്മ ശകാരിച്ചു. പാവം ചെറിയ ഇളയമ്മ ആകെ പേടിച്ചുപോയി. എൻ്റെ അടുത്തേക്ക് വന്ന് കെട്ടഴിക്കാൻ നോക്കി. വാഴവള്ളി അത്ര മുറുക്കിയായിരുന്നു കെട്ടിയിരുന്നത്. എത്ര ശ്രമിച്ചിട്ടും അഴിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അപ്പോഴും കണ്ണു തുറക്കാൻ പോലും കഴിയാതെ തെങ്ങിൽ ചാരി നിന്ന് എങ്ങലടിച്ച് കരയുകയായിരുന്നു. ചെറിയ ഇളമ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കയ്യിലെ കെട്ട് അഴിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വലിയ ഉമ്മാമ പറഞ്ഞു, "പോയി കോങ്കത്തി എടുത്തിട്ട് വാ, മീൻ മുറിക്കുന്ന കത്തി." ഇളയമ്മ അകത്തേക്ക് ഓടിപ്പോയി കോങ്കത്തി എടുത്തുകൊണ്ടുവന്നു. വലിയ ഉമ്മാമ അത് വാങ്ങി എൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന വാഴവള്ളി പതുക്കെ മുറിച്ചു മാറ്റി. കെട്ടഴിഞ്ഞതും ഞാൻ ഒറ്റ ഓട്ടം നേരെ കിണറ്റിൻ്റെ അരികിലേക്ക് പാഞ്ഞിയെടുത്ത് കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്ത് മുഖത്ത് കോരിയൊഴിച്ചു. വീണ്ടും വീണ്ടും എത്ര വെള്ളം ഒഴിച്ചിട്ടും കണ്ണിൻ്റെ നീറ്റൽ കുറയുന്നില്ല. മുഖം കഴുകുന്തോറും നീറ്റൽ കൂടിക്കൊണ്ടിരുന്നു. അതനുസരിച്ച് എൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി. പക്ഷെ ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് കണ്ണിൻ്റെ നീറ്റലിന് അല്പം ശമനം കിട്ടിയത്. അപ്പോഴാണ് വലിയ ഉമ്മാമ ഉമ്മയെയും ഉമ്മാമയെയും നന്നായി ശകാരിച്ചത്. "ഇത് മനുഷ്യ കുഞ്ഞല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ണിൽ ചോരയില്ലാതെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്? കുഞ്ഞുങ്ങളോട് ഇങ്ങനെയാണോ ചെയ്യുന്നത്?" ഉമ്മാമ പറഞ്ഞു വല്യമ്മയെ നോക്കി, "നിങ്ങൾ അറിഞ്ഞോ, അവൻ പൈസയും സഞ്ചിയും കളഞ്ഞിട്ട് വന്നതാണ്." അപ്പോൾ വലിയ ഉമ്മാമ ഒട്ടും വിട്ടുകൊടുത്തില്ല. "സ്വർണം തന്നെ കളഞ്ഞാലും ചെറിയ കുട്ടികളോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്, പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെ എന്ത് ശിക്ഷയാ?" വലിയ ഉമ്മാമയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ കണ്ണിൻ്റെ എരിച്ചിൽ അപ്പോഴും മാറിയിരുന്നില്ല. പക്ഷേ എൻ്റെ അകം നന്നായി തണുത്തു. ആ രാത്രി എനിക്ക് മനസ്സ് മുഴുവൻ തകർന്നിരുന്നു. എങ്കിലും ഒരു കാര്യം ഓർത്തപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി. ഇപ്പോൾ ഒരാളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടല്ലോ. വല്യമ്മ എന്നെ ആശ്വസിച്ചു കൊണ്ടിരുന്നു. "പോട്ടുമോനെ പോട്ട്, കരയല്ല, അതും മതി എനിക്ക്." പക്ഷേ എന്നെ ചതിച്ച ഒരാളെ അവിടെ എവിടെയും കാണാനേ ഇല്ലായിരുന്നു, മാമനെ. ഇനി ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കരുതെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. കൂടെ നിന്നിട്ട് ഒടുവിൽ ചതിക്കുന്ന ആളാണെന്ന് അന്ന് എനിക്ക് തോന്നി. ആ രാത്രി ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിക്കാൻ പലതവണ വിളിച്ചെങ്കിലും ഞാൻ പോയില്ല. ഒടുവിൽ വല്യമ്മയുടെ കൂടെയായിരുന്നു ഭക്ഷണം കഴിച്ചത്. അന്നത്തെ രാത്രി ഞാൻ വല്യമ്മയുടെ അരികിൽ തന്നെയായിരുന്നു കിടന്നുറങ്ങിയത്. കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ ഉറക്കം പിടിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കണ്ണുകൾ രണ്ടും വീർത്ത് കിടക്കുകയായിരുന്നു. വല്യമ്മയുടെ കൂടെയിരുന്ന് ചായ കുടിച്ചു. അന്നത്തെ ദിവസം ഞാൻ സ്കൂളിലും പോയില്ല, മദ്രസയിലും പോയില്ല. വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് വിടാതെ കൂടെ നിന്നു. വൈകുന്നേരം ഉമ്മാമ പതിവ് പോലെ കശുമാവിൻ തോട്ടത്തിലേക്ക് പോയി. മാവുകളിൽ കായ്ച്ച മാങ്ങകൾ നോക്കിക്കൊണ്ട് ഓരോ മരത്തിൻ്റെയും ചുവട്ടിലൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു മാവിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു കൊമ്പിൽ സഞ്ചി ഇല്ലിക്കഷ്ണങ്ങളുടെ ഇടയിൽ കെണിഞ്ഞു കിടക്കുന്നു. അവരെ കണ്ണിൽപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയാൽ ഉമ്മാമ ഒന്ന് ഞെട്ടി. "അയ്യോ, ഇതല്ലേ ഇന്നലെ അന്തറു കാണാതായ സഞ്ചി." കയ്യിലുണ്ടായിരുന്ന കൊരട്ട അവിടെ തന്നെ ഉപേക്ഷിച്ചു ഉമ്മാമ സഞ്ചി എടുത്തു. പിന്നെ കഴിയുന്ന വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തുന്നതിന് മുമ്പേ അവർ ഉറക്കെ എല്ലാവരുടെയും പേര് വിളിച്ചു. ആ വിളി കേട്ടതും ഞാനും വല്യമ്മയും ഉമ്മയും ചെറിയ മാമനും ചെറിയ ഇളയമ്മയും വീടിനകത്തുനിന്നും ഓടിയിറങ്ങി. ഉമ്മാമയുടെ കയ്യിലിരിക്കുന്ന സഞ്ചിയിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ.
ഉമ്മാമ്മ സഞ്ചി ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. കാണാതായ സഞ്ചി കിട്ടി. അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം പിരിഞ്ഞു. പക്ഷേ ആ സന്തോഷം കൊടുത്തും കണക്കെ ഉമ്മാമ്മ പറഞ്ഞു, ആകെ ഉണ്ടായിരുന്ന പൈസ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? അതും പറഞ്ഞ് എന്നെ ഒന്ന് നോക്കി. ഒരു വകക്കും ഇവനെ കൊള്ളൂല. ഉമ്മാമ്മയുടെ കയ്യിൽ നിന്നും സഞ്ചി വാങ്ങി തുറന്നു നോക്കി. അതിൽ പൈസ കിടക്കുന്നത് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു, ഉമ്മ, ഇതിൽ നിങ്ങളുടെ പൈസയുണ്ട്. അത് കേട്ടതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. കളഞ്ഞുപോയ സ്വർണം തിരിച്ചു കിട്ടിയ പോലെ ഓരോരുത്തരും ആ പൈസ കൈമാറി വാങ്ങി നോക്കി. എല്ലാവർക്കും സന്തോഷമായി. ഞാനോ മനസ്സിൽ വിചാരിച്ചു, ഇപ്പോഴെങ്കിലും ഇവരൊക്കെ ഓടി വന്ന് പൊന്നുമോനെ, എൻ്റെ കരളെ, വമ്പനല്ലേ, പോട്ടുമോനെ പോട്ട് എന്നൊക്കെ പറയും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറിപ്പോയി. കയറുമ്പോഴും ഉമ്മാമ്മ പറയുന്നുണ്ടായിരുന്നു, ഇനിയൊരിക്കലും നിന്നെ എവിടെയും പറഞ്ഞയക്കുകയില്ല. ഇന്നലെ എനിക്ക് തന്ന ശിക്ഷ അവരൊക്കെ മറന്നു കാണും. പക്ഷെ ഞാൻ മാത്രം അത് മറന്നില്ല. കിട്ടിയത് എനിക്കല്ലേ. ഇന്നലത്തെ വൈകുന്നേരത്തെ ചായയും അരിവറുത്ത് പൊടിച്ചതും നഷ്ടമായതും എനിക്ക് മാത്രമായിരുന്നു. അവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. ഞാനോ പതിയെ എൻ്റെ വല്യമ്മയുടെ തുണിയുടെ കോന്തൽ പിടിച്ച് അവരുടെ പിന്നാലെ അകത്തേക്ക് നടന്നു. ആ കാന്താരി മുളകിൻ്റെ കണ്ണിൽ തേച്ച എരിവും പീടികയിൽ പോകുന്ന വഴിയും കൂട്ടുകാരെയും ഇന്നും മറക്കാൻ കഴിയില്ല. ഒരുപാട് കൂട്ടുകാർ ഈ ലോകം വിട്ടുപോയി. നടക്കുന്നിടയിൽ വല്യമ്മ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവരവരുടെ സാധനമാണെങ്കിൽ അതെവിടെയും പോകില്ല, തനിയെ വന്നോളും. വെറുതെ ചെക്കനെ തല്ലിച്ചതച്ചു. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഓ എൻ്റെ പൊന്നാര വല്യമ്മ. ശുഭം. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് ബെല്ലൈ